അധ്യക്ഷനായിരിക്കുന്ന വിൽസൺ കൂട്ടൂർ അച്ഛന്, ഇടവക വികാരിയും ഞങ്ങളുമായിട്ട് അടുത്ത സുഹൃത്ത് ബന്ധപ്പെടുത്തുന്നതുമായ ജോറി മാത്യു അച്ഛന്, എൻ്റെ ഇളയ സഹോദര സ്ഥാനീയനായ ജോസ് അച്ഛന്, ഇവിടുത്തെ ഭാരവാഹികളെ, ആനന്ദവർഷം കൊണ്ട് ആറാടിക്കുന്ന ഗാനശുശ്രൂഷ സംഘം ക്വയർ, ഏറ്റവും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഒരു പ്രത്യേക ഒരു ടോപ്പിക്കിലോട്ടാണ് ഞാൻ പോകുന്നത്. ഏതാണ്ട് എപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, ഏതാണ്ട് മെഡിക്കൽ കോളേജ് ഞാൻ കുറച്ച് നാൾ ട്യൂട്ടറായിട്ട് ഇരുന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈലിലോട്ട് ഒരു പോയിൻ്റ് എടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ പറഞ്ഞ് ആ പോയിന്റിലേക്ക് എത്തുന്ന ഒരു പ്രകൃതമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, അതിനകത്തെ 7 അടയാളങ്ങളെ പറ്റിയാണ്. വിശുദ്ധ യോഹന്നാൻ ഒരിക്കലും അത്ഭുതം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതേ ഇല്ല. വളരെ വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ്. സമാന്തര സുവിശേഷങ്ങളെന്നും സമശീർഷ സുവിശേഷമെന്നും പറയുന്ന മത്തായിയുടെയും ലൂക്കോസിൻ്റെയും മർക്കോസിൻ്റെയും സുവിശേഷം വളരെ വ്യത്യസ്തമാണ് യോഹന്നാൻ്റെ സുവിശേഷം. മാത്യു ടെൽസ് വാട്ട് ജീസസ് പ്രീച്ച്ഡ്, ദൈവം എന്തു പഠിപ്പിച്ചു എന്നുള്ളതിനെ പറ്റിയും, മർക്കോസ് എന്ത് ചെയ്തു എന്നുള്ളതിനെപ്പറ്റി പ്രാധാന്യം കൊടുക്കുകയും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രണ്ടിനും ഒരുപോലെ പ്രീച്ചിങ് ആൻഡ് ഡൂയിങ് തിങ്സ്. എന്നാൽ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ജീസസ് വാസ്, ഹീസ് എന്നുള്ളതിനെ പറ്റിയാണ്. ആ വാക്യത്തിലേക്ക് വരുന്ന മുമ്പ് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവ്, പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, 197 വർഷം ഈ ഇടവകയെയും സഭയെയും കാത്തത് അവിടത്തേക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതേ ആരാധന കഴിഞ്ഞ വർഷം നടത്തി എത്രയോ പേർ ഞങ്ങളുടെ ഇടയിൽ നിന്നും കടന്നുപോയി. എന്നാൽ അടിയങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് അവിടുത്തെ ചിറകൻ മറകിലായിരുന്നു ഞങ്ങളെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ജനത്തിൻ്റെ അതിപരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക് എനിക്ക് ഈ പള്ളിയിൽ സ്പർശിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഒഴുക്ക് വീണ്ടും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ബലഹീനനായ എന്നെ നീ ശക്തിപ്പെടുത്തി ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സകലം യേശുവിൻ്റെ നാമത്തിൻ്റെ അഭിഷേക കൃപയോടെ കേൾക്കണമേ. ആമേൻ. അപ്പോൾ എനിക്ക് നിങ്ങൾ കുഞ്ഞുമോൻ ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കുമ്പക്കാട്ട് വലിയച്ഛൻ്റെ മോനാണ്. ഏതാണ്ട് 7 പള്ളിയാണ് അദ്ദേഹം നിർമ്മിച്ച മാർത്തോമ സഭയിൽ, നിർമ്മിച്ചതും പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ. ഇപ്പോൾ കുറേ നെൽപ്പാടങ്ങളും ഒരു ഭൂസ്വത്തുമൊക്കെ ഉണ്ട്. ഞാൻ CSI സഭയിലേക്ക് വരികയാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെ അപ്പച്ചൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് ജോസച്ചനൂടെ കേൾക്കാനാണ്. തോമസ് എന്ന് പറയുന്ന ആളും സാറ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പച്ചൻ മരിക്കുമ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് പരീക്ഷ, അത്ര ചെറുപ്പത്തിൽ 73 വയസ്സിൽ അച്ഛൻ കടന്നു. അപ്പം എൻ്റെ അമ്മ വടശ്ശേരിക്കരക്കാരിയാണ്, താഴത്തില്ലത്തെയാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് അമ്പലക്കര ഭാഗത്താണ്. ജോസഫ് മനസ്സിലാകും, ഞങ്ങൾ അമ്പലക്കര ഭാഗത്തു നിന്നും 2.5 കിലോമീറ്റർ നടന്നാണ് വലിയ പള്ളിയിൽ പോകുന്നത്. ഈ പോകുമ്പോഴേ ഞങ്ങളുടെ ഈ മൂപ്പനും മൂപ്പത്തിയും അവർ ജോലിക്കാരും മറ്റ് ആൾക്കാരും എല്ലാം ഞങ്ങൾ അങ്ങോട്ടും പോകും. അച്ഛനാണെന്ന് ആലോചിച്ചോണം,
നാച്ചുറലി എൻ്റെ മനസ്സിലൊരു സംശയം വരും, എന്തുകൊണ്ടാണ് അമ്മയോടല്ലേ ചോദിക്കാൻ പറ്റൂ, ഇവർ നമ്മുടെ പള്ളിയിലേക്ക് വരാത്തത്. അച്ഛൻ്റെ പള്ളിയാണിത്, പക്ഷേ അച്ഛൻ്റെ പള്ളിയിലേക്ക് ഇവർ വരുന്നില്ല. അത് അവർ നേരത്തെ മുതൽ അവിടെ പോകുന്നതുകൊണ്ടാണ് എബി എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞ് അമ്മ എന്നെ സമാധാനം. പാർശ്വവൽപ്പിക്കപ്പെടുന്ന കൂടെ നിൽക്കുന്ന സഭയെ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. പിന്നെ എൻ്റെ ഓർമ്മ പോകുന്നത് ഡോക്ടർ ജാസ്മിൻ വന്നിട്ടുണ്ട്. ജാസ്മിൻ്റെ മദറിൻ്റെ ഫാമിലി മുഴുവൻ കാപ്പിൽ CSI പള്ളിയിലാണ്, കായംകുളം കാപ്പിൽ പള്ളിക്കാരാണ്. വേറൊരെണ്ണം അച്ഛനപ്പച്ചന് കുളത്തൂപ്പുഴ മുളയറക്കാർക്ക്, അപ്പച്ചൻ്റെ മാവിയുടെ വീട് അവിടെ മുളയറയാണ്, അവർക്കായിട്ടൊരു പള്ളി വെച്ചു കൊടുക്കുന്നത് AP നായനാൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ്. ആ ബന്ധം ഞാനന്ന് പുതുക്കുക. എനിക്കതിലൊക്കെ അതിശയം, സഭകൾ തങ്ങളുടെ ഐക്യം, എത്ര കോർഡിനേഷനാണ് മാർത്തോമ സഭയും CSI സഭയും തമ്മിലുള്ളത്. എനിക്ക് ആരാധനക്കപ്പത്തി 83ാമത്തെ പേജിൽ മെട്രോപൊലിറ്റൻ്റെ പേര് കഴിഞ്ഞാൽ അടുത്തത് കോർഡിനേറ്ററാണ്. CNIൻ്റെയും CSIയുടെയും കോർഡിനേറ്ററുടെ പേര് കഴിഞ്ഞാട്ട് താഴോട്ട് വരുന്നത്. എത്ര അടുപ്പം, അത് മുൻപോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ജോണിൻ്റെ സുവിശേഷത്തിലേക്ക് ഞാനൊരു ഇച്ചിരി ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. സുവിശേഷങ്ങൾ നമ്മൾ 4ആയിട്ട് തിരിച്ചെങ്കിലും ഓരോന്നിനെ യോഹന്നാൻ്റെ സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന, സഭാപിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന ചിഹ്നം കഴുകൻ്റെ ചിഹ്നമാണ്. കഴുകൻ്റെ കണ്ണോടുകൂടിയാണ് യോഹന്നാൻ ആ സുവിശേഷം എഴുതിയിരിക്കുന്നത്. വാട്ട് ഹി വാസ് എന്നുള്ളതാണ്. യോഹന്നാൻ ആസ്യുനോ സെബദിയുടെ പുത്രന്മാരാണ് യാക്കോബാണ് സഹോദരൻ. അവർ യേശുവിനെ ആദ്യം കണ്ടുമുട്ടുന്നത് വളരെ വിചിത്രമാണ്. ഒരു തച്ചൻ്റെ മകനായി ജനിച്ച യേശുവിന് കിട്ടുന്നതിനേക്കാൾ വളരെ ഉന്നതമായ ഒരു സ്ഥാനമായിരുന്നു എലിസബത്തിൻ്റെയും സക്കറിയാവിൻ്റെയും മകനായ സ്നാപയോഹന്നാന് കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു ഇവരുണ്ട്, സെബദിയുടെ മക്കൾ അന്ത്രയോസ്. ഇവരിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആദ്യം നീ ആരെന്ന് പലരും ചോദിക്കുമ്പോൾ ഞാൻ ആരുമല്ല, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, എനിക്ക് പിന്നാലെ വരുന്നവൻ്റെ പാത ഒരുക്കാനായിട്ട് വരുന്നവൻ മാത്രമാണ്, അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ക്രിസ്തു അവിടെ നടന്നു വരികയും യോഹന്നാനും അന്ത്രയോസും തൊട്ട് പിന്നാലെ വെച്ച് പിടിക്കാം. കുറച്ച് ദൂരം ചെല്ലുമ്പോഴേ കർത്താവ് തിരിഞ്ഞു നോക്കുകയാണ്, നിങ്ങളെവിടെ പോവാ, അങ്ങ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ എവിടെ പാർക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കൂടെ വരിക, കാണാം. ഒരു ദിവസം അവിടെ പാർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ പത്രോസുമായിട്ടാണ്, പിറ്റേ ദിവസം 10 മണി നേരം എന്നാണ് 1-ാമത്തെ അധ്യായത്തെ പറഞ്ഞു തന്നെ പത്രോസ് വരും. യേശുക്രിസ്തു ഒരു നോട്ടം, നിബറിയോന ശീമോൻ്റെ മകനായ യോഹന്നാൻ്റെ മകനായ ശീമോനാകുന്നു, നിന് പത്രോസ് എന്ന് പേരിടും, നീ കേഫാകുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് സമിതിയിലെ 12 ശിഷ്യ 70 പേരാണ് ആ ടോട്ടലായിട്ട് നമ്മളെ കണക്കൂട്ടുന്നത്. അതിൽ 12 പേര്, അതിൽ 3 പേരുടെ എക്സിക്യൂട്ടീവിലെ, അതായത് യാക്കോബും യോഹന്നാനും പത്രോസും ചേർന്ന എക്സിക്യൂട്ടീവിലെ മെമ്പർ. 3 സ്ഥലങ്ങളെ പ്രത്യേകിച്ച് യായാറേസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും മറുരൂപമലയിലും ഗത്സമനിലെ പാത്രത്തിലും പ്രാർത്ഥനയിലും കൂടെ ഉണ്ടായിരുന്ന ആൾ. ഇവർ തങ്ങളിൽ രണ്ടുകൂടെ ചേർന്ന് പോകുന്ന പെസഹ ഒരുക്കൽ. പെസഹ കഴിക്കുമ്പോൾ സ്വന്തം വലത് ഭാഗത്തിരുന്ന് ഇരിക്കുന്നത്, അത് പറഞ്ഞുതരാൻ പിന്നെ ഒരു അവസരത്തിലാണ് പ്രത്യേക രീതിയിലാണ് യഹൂദന്മാരിരിക്കുന്നത്. വലതുവശത്താണ് യോഹന്നാനിരിക്കുന്നത്. നെഞ്ചത്തെ ചാരി ഇരുന്ന് യൂദായിക്ക് അപ്പം കൊടുക്കുന്നത് കണ്ടവൻ. വേറെ ആരും ക്രൂശിക്കപ്പെട്ടപ്പോൾ സകലരും, യയാറിസില്ല, യയാറിസിൻ്റെ മകനില്ല, 5 അപ്പം കൊണ്ട് 5000 പേഷിപ്പിച്ച് അവരാരുമില്ല, ആരുമില്ലാതിരുന്നപ്പോൾ ഒരൊറ്റ മനുഷ്യൻ മാത്രം സ്ത്രീകൾക്കൊപ്പം നിന്ന് ഈ ദൈന്യത മുഴുവൻ കണ്ണ് നിറഞ്ഞ് കണ്ടവൻ, അവനാണ് യോഹന്നാൻ. ഇടിമക്കൾ എന്നൊരു പേരും വിടുന്നത്. അതിന് ഭൂമിശാസ്ത്രം അല്പം പഠിച്ചെങ്കിലും കാരണം ഇതിൻ്റെ ഇസ്രായേലിൻ്റെ നോർത്തേൺ എൻഡ് എന്ന് പറയുന്നത്, നമ്മൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലമേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത്.
ആ നോർത്ത് പാർട്ട് എറണാകുളവും നമ്മുടെ തൃശ്ശൂരും ചേരുന്ന സ്ഥലത്തിന് നമ്മൾ ഗലീലിയൻ പ്രദേശം, നടുക്ക് നമ്മളെ കോട്ടയം ഭാഗം വരുന്ന ഭാഗം സമറിയ വിജാതീയരുടെ സ്ഥലമാണ്. അതിൻ്റെ തൊട്ട് തെക്കേ അറ്റമാണ് യൂദാ സ്ഥലം. അവിടെ യെരുശലേമിൻ്റെ പ്രാധാന്യം വളരെ കൂടുന്ന ഒരു സ്ഥലമാണ്. ഞാൻ യോഹന്നാനെ പറ്റി കൂടുതൽ കേട്ട് പറഞ്ഞു കഴിഞ്ഞു. യോഹന്നാൻ്റെ അവസാനം പെട്ടെന്ന് നമ്മൾ പറയുകയാണ്, മരണശേഷം കുരിശിക്കപ്പെട്ടതിന് ശേഷം മാതാവിനെ ഏൽപ്പിക്കുന്നത് യോഹന്നാനെയാണ്. യോഹന്നാൻ 70 ടൈറ്റസ് രാജാവിൻ്റെ ആക്രമണം വരെ യെരുശലേമിൽ പാർത്തിരുന്നതായിട്ടാണ് വെപ്പ്. അതിനുശേഷം എഫേസസിലേക്ക് പോയി. എഫേസസിൽ നിന്നും ഡൊമേഷ്യൻ എന്ന് പറയുന്ന അതിക്രൂരനായ ചക്രം അദ്ദേഹത്തെ തിളച്ച എണ്ണയിൽ മുക്കിയാണ്. ഒന്നും യോഹന്നാന് പറ്റിയില്ല. എന്നിട്ട് 60 മൈൽ ദൂരെ 10 മൈൽ നീളവും 6 മൈൽ നീളമുള്ള തെക്ക് പടിഞ്ഞാറൻ ദ്വീപായ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുകയാണ്. പത്മോസ് ദ്വീപിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നത്. പക്ഷേ എഴുതിയത് അതിൻ്റെ പിറ്റേ വർഷം നേർവ എന്ന് പറയുന്ന രാജാവ് വരികയും അവരെ റിലീസ് ചെയ്യും. അവർ തിരികെ വന്ന് എഫേസസിലിരുന്നാണ് വെളിപാടുണ്ട് എഴുതിയതെന്നാണ് നമ്മുടെ വെപ്പ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കിടക്കാം. ഇന്ന് ഒന്നാം പാഠമായി വായിച്ച 7 അടയാളങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് ആദ്യത്തേതെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം തന്നെയാണ്. 3-ാം നാൾ ഗലീലയിലൊരു കല്യാണം ഉണ്ടായി. കുഞ്ഞ് വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിലും മനസ്സിലാകത്തുള്ളൂ. 3-ാം നാളെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നാനം കഴിഞ്ഞതിന് ശേഷം 3-ാം നാൾ ഗലീലയിലൊരു കല്യാണമുണ്ടായി. അവൻ്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവും ശിഷ്യന്മാർ അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെയാണ് വാക്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ വീഞ്ഞ് പോയി പരിശുദ്ധ മാതാവ് വന്നിട്ട് ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കും. ഒന്നും പറയുന്നതല്ല. അതൊക്കെ നമ്മൾ ആ തർജ്ജമയിൽ വരുന്ന മിസ്റ്റേക്കാണ്. ഗ്രീക്ക് ഭാഷയിൽ ഞാൻ അല്പം ബിബ്ലിക്കൽ ഹിസ്റ്ററി ഇൻട്രസ്റ്റ് ഉള്ള ആൾ, അതുകൊണ്ടാണ് ഗ്രീക്ക് ഭാഷയാണ് അന്ന് ഏറ്റവും ഡെവലപ്പ് ചെയ്തിരുന്ന ഭാഷ. റോമൻസിൻ്റെ ഭാഷ ലാറ്റിനാണ്. ഈ മെഡിക്കൽ ബോക്സിലെ എല്ലാ വാക്കുകളും വരുന്നത് ഗ്രീക്കിൽ നിന്നും, ലോയിലെ എല്ലാ ബുക്കുകളും വരുന്നത് ലാറ്റിൻ വാക്കിൽ നിന്നും. ഗുണൈ എന്നുള്ള വാക്കിൽ നിന്നാണ് എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയെ. പിന്നെ ഈ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോണം. അവിടെ യഹൂദന്മാരുടെ വിശുദ്ധീകരണ പ്രകാരം 6 കൽപ്പാത്രങ്ങളുള്ളത്. അതിനു മുമ്പ് വളരെ അർത്ഥവത്തായ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം പറയുന്ന 5-ാമത്തെ വാക്യമാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുക എന്ന് പറഞ്ഞു. അവരതുപോലെ ചെയ്തു. പാദം കഴുകുന്ന കൽപ്പാത്രങ്ങളിലാണ് 6 കൽപ്പാത്രങ്ങൾ നിറച്ചു പോയി വിളമ്പിക്കൊടുക്കുക എന്ന് പറഞ്ഞു. രുചിച്ചാറെ അവർ വന്ന് എല്ലായിടത്തും ആദ്യം നല്ലതും പിന്നീടും ലഹരി പിടിച്ച ശേഷം പഴയ വീഞ്ഞും നൽകാറുണ്ട്. ഇവിടെ നിന്ന് തിരിച്ചാണല്ലോ അവിടെ വിരുന്ന് വഴി ഇത് എവിടെ നിന്നും അറിഞ്ഞില്ല വിളമ്പിയവരല്ലാതെ. ഇത് ആദ്യത്തെ അടയാളമായി. ചോദ്യം, എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു യഹൂദൻ്റെ കല്യാണം പറയാനത് ഒത്തിരിയുണ്ട്. 1 കൊല്ലമാണ്. അതിനു മുമ്പ് കല്യാണം നിശ്ചയിക്കും. 1 കൊല്ലം കഴിഞ്ഞിട്ട് 3 മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. അവർ കല്യാണം നടത്തിയിട്ട് അവിടെ വരുമ്പോൾ വിരുന്ന് കൊടുക്കാനില്ലാത്ത ഒരവസ്ഥ, അവൻ്റെ നിസ്സഹായാവസ്ഥ. അവിടെ സഹായാവസ്ഥ. എത്ര തവണ നിനക്ക് വന്ന് എത്ര തവണ ഇത് ഓർത്തിട്ടുണ്ട് നിൻ്റെ പിന്നിൽ നിന്ന് താങ്ങിയ ക്രിസ്തുവിനെ? ചോദ്യം, നിൻ്റെ നിസ്സഹായാവസ്ഥയിൽ എത്രയോ തവണ ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ കടന്നുപോയി. നമ്മൾ കാണുന്ന ദൈവം ചെയ്യുന്ന നന്മകൾ നമ്മൾ അറിയുന്നുണ്ടോ? ഈ ചോദ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത അടയാളത്തിലേക്ക് പോവുകയാണ്. അടുത്ത ആളാ സംഭവിക്കുന്ന രാജപുരം 4-ന്റെ 43 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇവിടെ മെയിനായിട്ടും വരുന്നത് ശമര്യ സ്ത്രീയോടുള്ള സംഭാഷണമാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ യേശു അന്ന് യഥാർത്ഥത്തിൽ ജെറുസലേമിലായിരുന്നു. നല്ല ദൂരമാണെന്ന് പറഞ്ഞു. അന്ന് ഗലീലയിൽ വന്നു. കഫർനഹൂമും അവിടെ അടുത്ത് തന്നെയാണ്. ഗലീല കടപ്പുറ 14.5 മൈൽ വീതിയും 9.5 മൈൽ നീളമേ ഉള്ളത്. കടലൊന്നുമല്ല ഗലീല കടൽ എന്ന് പറയുന്നത്, ഒരു തടാകം മാത്രമാണ്. അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് രാജഭൃത്യൻ അത്യാസനം നിൽക്കുന്ന മകൻ്റെ വിവരം പറയാൻ ഓടി വരികയാണ്.
ഗുരു, എൻ്റെ വീടിയൻ എൻ്റെ മകൻ അത്യാസനയിലായിരിക്കുന്നു, നീ വേഗം വന്ന് അവനെ സൗഖ്യമാക്കണമേ എന്ന് പറയുക. അപ്പോൾ ക്രിസ്തു ഒരു വാക്ക് പറയുന്നു, അത്ഭുതങ്ങളും അടയാളമല്ല ഈ ജാതി നീങ്ങിപ്പോയി. ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ രാജഭൃത്യന് ക്ഷമയില്ല. അവൻ്റെ മകനാണ്, അത്യാസനയിലാണ്. പോകാൻ, നിൻ്റെ മകൻ ജീവനോടെ ഇരിക്കുന്നു. അവൻ നല്ല സ്പീഡിൽ തിരിച്ചങ്ങ് പോയി. തിരിച്ചു ചെന്നപ്പോൾ വഴിയിൽ വെച്ച് അവനെ സ്വീകരിക്കുക. അപ്പോൾ ആ നാഴിക നോക്കി, രാജഭൃത്യൻ നല്ല മിടുക്കനാണ്, എപ്പോഴാണ് അവൻ്റെ സൗഖ്യം, 7-ാം മാടി നാഴിക എന്ന് പറഞ്ഞപ്പോൾ കൃത്യം ക്രിസ്തു പറഞ്ഞ ആ സമയത്ത് ദൂരത്തിന്മേൽ ക്രിസ്തുവിൻ്റെ അവകാശം പ്രൂവ് ചെയ്യുന്ന സ്ഥലമാണിവിടെ. കൊട്ടാരക്കര ഇവിടെ ഇരുന്ന് കുഞ്ഞുമോന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഡള്ളാസിലിരിക്കുകയാണ്, ഹീത്രൂ എയർപോർട്ട് വഴി ബോംബെ വരും, ബോംബെയിൽ നിന്ന് നെടുമ്പാശ്ശേരി ഇറങ്ങി തിരുവനന്തപുരത്തിന് പോകുമ്പോൾ ഇവിടെ വരാമെന്ന് പറയുന്ന ആൾദൈവം അല്ല ജീസസ്. നിൻ്റെ ആവശ്യത്തിന് ദൂരത്തിന്മേൽ, നീ ഇവിടെ നിന്ന് വായിച്ചാൽ ന്യൂസിലൻഡിൽ നിൻ്റെ കുഞ്ഞ് സുഖം പ്രാപിക്കും. ദൂരത്തിന്മേലുള്ള അവകാശം സ്ഥാപിക്കുന്നതാണ്. അടുത്തത് ബെത്സേദ കുളക്കടയിലെ 5-ാമത്തെ അധ്യായം. വളരെ രസകരമായിട്ട് അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വായിച്ചെടുക്കാൻ നല്ല രസകരമായിട്ട് വായിക്കും. ഞാൻ ഒത്തിരി തവണ അത് പറഞ്ഞിട്ടുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ബെത്സേദ എന്ന യഹൂദ എബ്രായ നാമമുള്ള ഒരു കുളം, ബെത്സേദ എന്ന ഒരു കുളത്ത് ആട്ടുനാട്ടിൽ എന്ന് പറഞ്ഞ ഒരു മണ്ഡപത്തിൻ്റെ സമീപം ഉണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുവാണ്. ബൈബിളോടെ നോക്കിക്കോണം. 3-ാമത്തെ അധ്യായത്തിന് ബ്രാക്കറ്റ് ചെയ്തേക്കാണ്. ഒരു കൃത്യസമയം ആകുമ്പോൾ അവിടെ നാനാവ്യാധി പിടിച്ചവരവിടെ കിടക്കുകയാണ്. കുരുടർ, മുടന്തർ, കുഷ്ഠരോഗികൾ, ക്ഷയരോഗികൾ, തീരാവ്യാധിയുള്ളവരവിടെ കിടക്കുമ്പോൾ ക്രിസ്തു ആ വഴി വരികയാണ്. ഒരു പ്രത്യേക സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വെള്ളം കലക്കും. അപ്പോൾ ആര് വെള്ളത്തിൽ ഇറങ്ങുന്നോ അവൻ രക്ഷ പ്രാപിക്കും എന്നാണ് വെപ്പ്. അവിടെയും ബ്രാക്കറ്റ് ഇട്ടേക്കാണ്. ബൈബിൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ബ്രാക്കറ്റ് വരുന്നതെന്ന് തർജ്ജമയിൽ വരുന്നതാണ്. ദേ ആർ നോട്ട് ഷുവർ. തിരുവഴുത്തിൽ അങ്ങനെ അസത്യം വരാൻ പാടില്ല. പരിശുദ്ധാത്മാവാണ് അത് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ഒരാൾ ഇറങ്ങി കിടക്കുന്നു, യഹോവ അറിയാതെ അങ്ങനെ ഒരു കുളം കലക്കുവാൻ ആൾ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ മറ്റ് സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹിസ് ആൻസർ ഈസ് എൻറ്റയർലി വെരി ഇൻഡിഫറൻ്റ് ആൻസറാണ്. നമ്മളോട് ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത്? എനിക്ക് ഒന്നീ സുഖമാണോ ഇല്ലെന്ന് പറയുന്നത്. ഇവൻ നേരെ തിരിച്ചാണ് പറയുന്നത്, വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല എന്നാണ് പറയുന്നത്. അവനെ വേറൊരു വഴിയെ കാണുന്നില്ല. ഇത് യേശു ക്രിസ്തു ആണെന്നോ അതോ അല്പനേരം ക്രിസ്തു നോക്കിയിട്ട് കിടക്കെഴുന്നേറ്റ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. കിടക്കെഴുന്നേറ്റ് അവൻ വീട്ടിലേക്ക് പോയിക്കുമ്പോൾ നോക്കിയിരിക്കുകയാണ് പരീശന്മാർ. യോഹന്നാന്റെ ഒരു സുവിശേഷം വായിക്കാൻ നമ്മൾ സദൂക്യർ അങ്ങനെയുള്ളവരെ പറ്റി വലുതായിട്ട് പറയുന്നില്ല. കൂടുതലും പറയുന്നത് യഹൂദരെന്നും പരിചന്മാരും അത് പറയുന്നത്. ഞാനത് ഇപ്പം ഇത് പഠിച്ചപ്പോഴാണ് ഞാൻ മുന്നോട്ട്. അപ്പോൾ അവർ കയറി പിടികൂടി. ശബത്തിൽ നീ എന്തിനാ ഇത് ചുമക്കുന്നതെന്ന് ചോദിച്ചു. എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് ഇങ്ങനെ കൽപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കിയവൻ ആർ എന്നവർ ചോദിച്ചപ്പോൾ യേശു അവിടെ നിന്ന് മറഞ്ഞിരുന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാറി ദേവാലയത്തിൽ ചെന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ നിനക്കിപ്പോൾ സൗഖ്യമാക്കിയോൾ ഇനിമേലാൽ പാപം ചെയ്യരുത് എന്ന്. തഴക്കദോഷത്തിന്മേൽ ചോദ്യം. തഴക്കദോഷത്തിന്മേൽ ക്രിസ്തു ഇടപെടുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? വർഷങ്ങൾ പഴക്കമുള്ള അസുഖങ്ങൾ, ആഭിചാരക്രിയക്ക് നീ ഓടി നടന്നപ്പോൾ, നമ്മൾ അനുഭവമില്ല, ആഭിചാരക്രിയകൾ നടത്തി ഇതിൻ്റെ പുറകെ നടന്നപ്പോൾ ഇടപെടുന്ന ക്രിസ്തുവിനെയാണ് 5-ാമത്തെ ഇത്. 3-ാമത്തെ അടുത്തത് 6:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത്. നടക്കുന്നത് തെബരീസ് കടപ്പുറത്തിൻ്റെ അക്കരയ്ക്ക് പോയി എന്നാണ് പറയുന്നത്.
ജനം തടിച്ചുകൂടിയിരിക്കുന്നു. യേശു അല്പം മുകളിലേക്ക് കയറി അവിടെ ഇരുന്ന് സംസാരിച്ചു ശിഷ്യന്മാരോട്. ഇത്രയധികം ജനങ്ങളുണ്ടല്ലോ, നാം ഇവർക്ക് എന്ത് തിന്നാൻ കൊടുക്കുമെന്ന് ചോദിക്കുന്ന ആരോടാണ്? ഫിലിപ്പോസിനോട്. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. ചുമ്മാ വിഡ്ഢി ചോദ്യം ചോദിച്ചാണ് ഫിലിപ്പോസിൻ്റെ മറുപടി അറിയാനായിട്ട്. ഫിലിപ്പോസ് അപ്പോഴാണ്, അന്ത്രയോസ് ആകപ്പാടെ 3 സ്ഥലങ്ങളേ ഇവിടെ വരുന്നുള്ളൂ ബൈബിളിൽ. ഞാൻ അന്ത്രയോസ് ഒരിക്കൽ ടോപ്പിക്കായിട്ട് എടുത്ത്. അപ്പോൾ അന്ത്രയോസ് വന്നിട്ട്, ഇവിടെ ഒരു ബാലകൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. യവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കഴിക്കുന്ന സാധനമേ അല്ല. അടുത്ത ചോദ്യം, എങ്ങനെ ഈ അന്ത്രയോസ് അറിഞ്ഞു ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന്? ഞാൻ പലരും വായിച്ചാലും ചിലരിങ്ങനെ എഴുതിയിരിക്കുന്നത്, യവം 7 തവണ കഴുകിയാൽ മാത്രമേ അത് തിന്നാൻ പരുവത്തിലാവത്തു. അപ്പം ഒരു പക്ഷേ ഈ അന്ത്രയോസിൻ്റെ മകൻ തന്നെ ആയിരിക്കാം ഇത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നു? അതെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് വിളമ്പാൻ കൊടുത്തു. അവിടെ പുല്ല് നിറഞ്ഞ സ്ഥലമായിരുന്നു. വരി വരിയായിട്ടെത്തി ശേഷിച്ച കുഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. നിൻ്റെ താലന്തുകളെ വർദ്ധിപ്പിക്കുന്ന പോഷിപ്പിക്കുന്ന ക്രിസ്തുവിനെ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ അച്ഛന് അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, എനിക്ക് എൻ്റെ പേര് യഥാർത്ഥത്തിൽ അബ്രഹാം കെ അബ്രഹാമാണ്. ബഹുജാതികളുടെ പിതാവും വേറൊരു പേരോടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നും പേരുണ്ട്. 2 പേരാണ് അബ്രഹാം പിതാവ്, ബഹുജാതികളുടെ പിതാവ്. അപ്പോൾ നമ്മളെ നമ്മുടെ താലന്തുകളെ പോഷിപ്പിക്കുന്ന, ദൈവത്തിന് വിട്ടുകൊടുത്താൽ നമ്മുടെ താലന്തുകൾ, ചെറിയൊരു പാട്ട് പാടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃഷിക്കാരൻ്റെ കൃഷി പോഷിപ്പിക്കുന്നത്, വ്യവസായ ഒരു മാന്യമായ രീതിയിൽ കച്ചവടം നടത്തുന്നത് പോഷിപ്പിക്കുന്ന ദൈവം. അടുത്തത് വരുന്നത് തൊട്ട് പിന്നാലെയാണ് 15 മുതൽ 24 വാക്യങ്ങൾ. കടലിന്മേൽ നടക്കുന്ന ക്രിസ്തു. വാക്യം ശ്രദ്ധിച്ചോണം. തന്നെ അവർ രാജാവാക്കാൻ നോക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ക്രിസ്തു അവിടെ നിന്ന് മലയിലേക്ക് പോയി നിങ്ങളോട് അപ്പുറത്തോട്ട് പൊക്കോട്ടുകൊള്ളാൻ പടകിലേക്ക് കയറി അപ്പുറത്തോട്ട് പോകാൻ കൽപ്പിക്കുന്നു. കഫർനഹൂമിൻ്റെ ഭാഗത്തേക്കാണിക്കും അവർ പോയത്. പോയി കുറേ 4 നാഴിക അധികം ചെന്നപ്പോൾ കൊടുങ്കാറ്റടിച്ചു. അവർ ഭയന്നു, യേശുവിനെ കണ്ടില്ല. അപ്പോഴവർ അന്വേഷിച്ചു. അപ്പോൾ അവൻ വെള്ളത്തിന്മേൽ നടന്നു വരുന്നു കാണുന്ന. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്രയില്ല. അത് കൃത്യമായിട്ടും പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ് വളരെ വിശദമായിട്ട് പറയുന്നത്. ഇത് കണ്ടുകൊണ്ട് ഇതാ ഭൂതം എന്ന് പറഞ്ഞു പത്രോസ്. ഞാൻ ഭൂതമല്ല, ഇത് ഞാനാകുന്നു എന്ന് പറയുക. ഉടനെ പത്രോസിന്, നമ്മുടെ ഹൃദയമുള്ള ഒരു എടുത്തയാടെന്നുള്ള നിഷ്കളങ്കനായ മനുഷ്യനാണ് പത്രോസ്. എനിക്ക് അങ്ങോട്ട് വരാൻ നീ വരിക എന്ന് പത്രോസിനോട് പറയുകയാണ്. നടന്ന് അങ്ങോട്ട് വരുന്നു, കാറ്റടിച്ചു, താന്നുപോയി. ഉടനെ കർത്താവ് പിടിച്ച് അവനെ തിരിച്ച് പടകിലേക്ക് കയറ്റുകയാണ്. താൻ സൃഷ്ടിച്ച ചോദ്യം ഇവിടെ ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഇരുമ്പ് എടുത്ത് കടലിലിട്ടാൽ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാൽ അന്നേരം താന്നു പോകും. പക്ഷേ കപ്പൽ ഒരിക്കലും തന്നെ, അതേ ഇരുമ്പ് തന്നെയാണ് ഈ കപ്പലിനെന്ന്. കപ്പൽ എന്തുകൊണ്ട് താന്നു പോകുന്നില്ല? രൂപാന്തരം പ്രാപിക്കുകയാണ് അവിടെ. എത്രയോ കൺവെൻഷൻ, എത്രയോ വചനങ്ങൾ കേട്ടിട്ട്, ഇവിടെയൊക്കെ എത്രയോ നല്ല ആൾക്കാരാണ്. ഞാൻ ചിന്തിച്ചു നോക്കുക, ചുമ്മാതെ ഞാൻ പല കൺവെൻഷനും പോയിട്ട് ചുമ്മാതെ പറയുന്നില്ല, എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. ബുക്ക് സ്റ്റാളിലൊക്കെ പോയിരുന്ന് പോകുന്ന മനുഷ്യരെ കാണുമ്പോൾ രൂപാന്തരം പ്രാപിക്കണം. രൂപാന്തരം പ്രാപിക്കപ്പെടാനാണ് ഇത്. ഇതിൻ്റെ വ്യംഗ്യാർത്ഥം ഇവിടെ രൂപാന്തരം പ്രാപിക്കുന്നത് വെള്ളത്തിനല്ല, ക്രിസ്തുവിനാണ്. പത്രോസിനത് സാധിച്ചില്ല. ഈ പ്രസംഗങ്ങളും നമ്മുടെ ഈ ആരാധനയും കഴിയുമ്പോൾ രൂപാന്തരം പ്രാപിച്ചാണോ നീ ഇവിടുന്ന് പോകുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിന്നീട് കാണുന്നത് നമ്മൾ പിറവിയിലെ കുരുടനായ വളരെ രസകരമാണ് ഇത് കേട്ടോ, വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്.
പിറവിയിലെ കുരുടനായ അവൻ നടന്നു പോകുമ്പോൾ, ഇത്ര സ്ഥലമൊന്നും പറഞ്ഞു, അവൻ നടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ ശിഷ്യന്മാർക്ക്, നമ്മുടെ പാർട്ടികളാണല്ലോ, അവന്മാർ ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കത്തോണം ആർ പാപം ചെയ്തു, ഇവനും എൻ്റെ അമ്മയപ്പന്മാരോ? ക്രിസ്തുവിൻ്റെ മറുപടി, ഇവനോ എൻ്റെ അമ്മയപ്പന്മാരോ അല്ല, ദൈവപ്രവൃത്തി അവൻ്റെ കൽ വെളിവാകേണ്ടതിനാണ്. ഉടനെ അവൻ മണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ തൊട്ടു, ശലോഹം പുറത്ത് പോയി കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കാഴ്ച പ്രാപിച്ചു, തിരിച്ചു. അത് അടുത്ത വാക്യത്തിൽ, അത് ശബത്ത് ദിനമായിരുന്നു. പോരായോ? ശബത്തിൽ ഇങ്ങനെ ചെയ്ത ഇവൻ, ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, ഇവൻ ദൈവപുത്രനെ അല്ല. മോശയുടെ ന്യായപ്രമാണം ശബത്ത് ദിവസം ഇവനെ ശുദ്ധീകരിച്ചിട്ടില്ല എന്നുള്ള പുറത്ത് അവനെ പിടിച്ചു. ഇവനെ പിടിച്ചപ്പോൾ അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ശുദ്ധനായത്, കാഴ്ച പ്രാപിച്ച എങ്ങനെയാണ്? അദ്ദേഹം തത്ത പറയുന്ന പോലെ പറഞ്ഞു, യേശു എന്ന് ഒരുത്തൻ എൻ്റെ മേൽ കൺമേൽ മണ്ണെടുത്ത് പുരട്ടി ഒഴിച്ച് തുപ്പൽ പുരട്ടി ചോദിച്ചു, ഞാൻ കാഴ്ചയുള്ളവനായി എന്ന് പറഞ്ഞു. ഇവർക്ക് ഇത് ഒരു രീതിയിലും ഇത് എങ്ങനെയെങ്കിലും ഇത് മറികടക്കണം. ഇത് ഉടനെ ഇവനെ തന്നെയാണോ നമ്മുടെ സംസാരം അതാണ്, ഇവൻ തന്നെയാണോ എന്ന് ചിലരും ഇവനെ പോലെ മറ്റൊരുവനെന്നും, എന്നാൽ ശരി അപ്പനെ അമ്മയും വരുത്തി കളയാമെന്ന് പറഞ്ഞു. അപ്പനമ്മയ്ക്ക് പള്ളിയിൽ നിന്നും പുറത്താക്കുമെന്നുള്ള പേടിയാണ് യഹൂദന്മാർ. അവനോട് പറയുന്നത്, ഇവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിച്ചു നോക്കാം. അവനെ വിളിച്ച് അവൻ്റെ മുമ്പിൽ വെച്ചിട്ട്, അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇതേ ചോദ്യം ചോദിക്കുകയാണ്. അതോടുകൂടി അവരങ്ങ് രക്ഷപ്പെടുകയാണ്. യവന് രണ്ടാമത്തെ ചോദ്യം, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇനി കൂടുതലുണ്ട് ചോദിക്കുന്നത്. മൂന്നാമതും ഇവന്മാർ ചോദിക്കുമ്പോഴത്തേക്ക് ഹി ബിക്കംസ് വെരി ആംഗ്രി. തിരിച്ച് യഹൂദന്മാരല്ല ചൂടാവുന്നത്, ഈ കുരുടൻ തന്നെ അങ്ങ് ചൂടാവുക. എന്താ, നിങ്ങൾക്കും അവൻ്റെ ശിഷ്യനാകാൻ താല്പര്യമുണ്ടോ? തിരിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ മോശയുടെ ശിഷ്യന്മാർ ആ ന്യായപ്രമാണം തെറ്റുകയും അവൻ നിന്റെ എന്ത് കാര്യം. അതിനുശേഷം പിന്നെ യേശുവിനെ കാണുന്നത് വേറൊരു സ്ഥലത്ത് ചോദ്യം, യേശുവിൻ്റെ ചോദ്യം, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത്. അതിന് മനുഷ്യപുത്രൻ ആർ? നിന്നോട് സംസാരിക്കുന്ന ഞാനാകുന്നു മനുഷ്യപുത്രൻ. ഉടനെ അവൻ കെട്ടിപ്പിടിച്ച് അവനെ ആലിംഗനം ചെയ്ത് അവൻ്റെ ശിഷ്യനായി തീരുക. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബൈ ബർത്ത് നമുക്ക് വരാവുന്ന ആപത്തുകൾ, ഇതുപോലെ ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, അതിന് വളരെ പ്രാധാന്യം കൊടുക്കണ്ട. ക്രിസ്തു ഇടപെടുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അടുത്തത്, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്ന് ഓർത്തോണം. ബെത്സയിലയുടെ കൊടുകഴിഞ്ഞപ്പോൾ യെരുശലേമ്യരുടെ വാശി കൂടി, ഇത് ശബത്ത് വിശുദ്ധി വീണ്ടും ഇരട്ടി വാശിയായി. അടുത്തത് യോഹന്നാൻ 11 ലാസറിൻ്റെ ഉയർപ്പിലേക്ക് വരികയാണ്. ലാസറിൻ്റെ ഉയർപ്പ് വരുമ്പോൾ അവൻ ബെഥാന്യയ്ക്ക് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. 3 ടൈംസാണ് ബെഥാന്യയിലെ വീട് യേശുവുമായിട്ട് വളരെ അടുപ്പമുള്ളവർ. സെബുലോൻ നഫ്താലി പ്രദേശം ചേരുന്ന ഏറ്റവും റിമോട്ട് ഏരിയയാണ് ഗലീലിയ. ഏറ്റവും ഡെവലപ്ഡായിട്ടുള്ള സ്ഥലമാണ് ഇവിടം. ബെത്സദ എന്ന് പറഞ്ഞാൽ 2 നാഴിക ദൂരം, കറക്റ്റായിട്ട് അത് പറയുന്നത് 2 ശബത്ത് ദൂരം, 600 മീറ്ററാണ് ഒരു ശബത്ത് ദൂരം. അവനിത് കേട്ടിട്ട് അനങ്ങിയതേയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരാളൊക്കെയാണ്. മറിയയും 3 വിസിറ്റാണ് അവിടെ ചെയ്യുന്നത് ബെഥാന്യയിലെ വീട്ടിൽ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീടാണത്. മറിയ, മാർത്ത, ലാസർ, വേറെ ആരാണ്ടും ഉണ്ടത് പറയാം. എന്നെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ഈ യോഹന്ന സുവിശേഷങ്ങളിൽ ഈ കാൽകഴുകൽ ശുശ്രൂഷ നടക്കുന്നത് 2 ഒരിടത്ത് മാത്രമേ മറിയുള്ളൂ. ബാക്കി മത്തായിയുടെയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലല്ല, മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കിൻ്റെ സുവിശേഷത്തിലും കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ. ശ്രദ്ധിച്ചോണം. പക്ഷെ കൃത്യമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ മറിയായിരുന്നു കർത്താവിൻ്റെ കാൽ കഴുകിയെന്ന് പറയാം. അപ്പോൾ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. 2 ദിവസം കാഷ്വലി അവിടെ അങ്ങ് കിടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു.
നമുക്കവിടം വരെ പോകാമെന്നാണ് ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്നത്. നിദ്ര കൊള്ളുന്നെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. എന്നാൽ യേശു ഉദ്ദേശിച്ചത് മരണമെന്ന നിദ്രയെ തന്നെയാണ്. പിന്നെ അവൻ സ്പഷ്ടമായിട്ട് പറയുകയാണ്, നമ്മുടെ പ്രസിഡന്റായ ലാസർ മരിച്ചപ്പോൾ അബ്നറാണ് ദിദിമോസ് എന്നറിയപ്പെടുന്ന തോമസ്, അവൻ്റെ കൂടെ മരിക്കുന്നതിന് വേണ്ടി നമുക്കും പോകാമെന്ന് പറഞ്ഞു. ചെല്ലുമ്പോൾ ആദ്യം അദ്ദേഹത്തെ എഴുന്നേൽക്കുന്നത്, മരിച്ചിട്ട് 4 ദിവസമായി കഴിഞ്ഞാണ് ക്രിസ്തു അവിടെ ചെല്ലുന്ന ആലോചിച്ചോണം. അവിടെ ചെല്ലുമ്പോൾ ആദ്യം എതിരേൽക്കുന്നത് മാർത്തയാണ്. മാർത്ത ഇവിടെ ഒന്ന് ആദ്യത്തെ 25 നമ്മളിങ്ങോട്ട് വരുമ്പോൾ മാർത്ത ഓടിയൊന്ന് യഹോവേ കർത്താവേ, നീ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ മരണപ്പെടുകയില്ലായിരുന്നു എന്ന് പറയുകയാണ്. ഒരു കുറ്റാരോപണം നടത്തുന്ന പോലെ. എന്നാലും നീ പ്രാർത്ഥിച്ചാൽ ദൈവം ചെയ്തു തരും, ഇത് മരണമല്ല നിദ്രയാകുന്നു, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ മാർത്തയുടെ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. പുനരുത്ഥാനത്തിൽ അവർ എഴുന്നേൽക്കും കർത്താവേ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞു. യോബ് തൻ്റെ കരഷ്ഠതയുടെ പാരമ്യത്തിലെത്തുമ്പോൾ മരണശേഷം ഞാൻ എവിടെ പോകുന്നുള്ള ആൻസർ വരുന്നത് ജോണിൻ്റെ സുവിശേഷം 11:25 വാക്യത്തിലാണ്. അതിനുശേഷം മറിയ എവിടെയെന്ന് ദൈവം അന്വേഷിക്കുമ്പോഴാണ് കരഞ്ഞ് ഓടി വിളിച്ചുകൊണ്ട് മറിയ വരുന്നു. അവരുടെ തൊട്ട് പിന്നാലെ യഹൂദന്മാരും വരുന്നുണ്ട്. അവൾ കല്ലറയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു ചെന്നപ്പോൾ യേശുവിൻ്റെ അടുത്താണ് ചെല്ലും. ഇതേ കുറ്റം തന്നെ ആരോപിക്കുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കല്ലറയ്ക്കലേക്ക് നീങ്ങുമ്പോൾ യഹൂദന്മാരുടെ കരച്ചിലിങ്ങനെ അവൻ കല്ലറയ്ക്കലെത്തി. ദൈവത്തിൽ വിശ്വസിക്കാൻ എന്നാൽ നീ അത്ഭുതങ്ങൾ കാണുമെന്ന് മാർത്തപ്പൻ കല്ലറയ്ക്കലേക്ക് എത്തുകയാണ്. കല്ലറയ്ക്കലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതൊരു ഗുഹയാണ്, മുമ്പിൽ കല്ലുമുണ്ട്. കല്ല് നീക്കാന്ന് എല്ലാവരുടെയും കരച്ചിൽ കേട്ടപ്പോൾ യേശു കണ്ണുനീർ വാർത്തു. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം വരുന്നത് 11:35 വാക്യം. ഇത് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് ചിലതായ ഇതുണ്ടേ. അപ്പം നമ്മൾ ഈ 10 കൽപ്പനകൾ 20 പുറപ്പാട് 20 കൊടുക്കുമ്പോൾ അതിനകത്ത് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഒരു സെൻറ്റൻസല്ലേ. പക്ഷേ സഭാ പാരമ്പര്യം അനുസരിച്ച് യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളതാണ് ഏറ്റവും ചെറിയ വാക്യമെന്ന് എനിക്ക് തോന്നുന്നു. ഒറിജിനൽ വരുമ്പോഴേ അത് കഴിഞ്ഞിട്ട് പറയുന്നത് കർത്താവ് മാറ്റുക എന്ന് പറഞ്ഞു. നാറ്റം വെച്ച് തുടങ്ങി. മാർത്തയുടെ മറുപടിയാണ്. മാർത്ത നാറ്റം വെച്ച് തുടങ്ങി. എന്താ യഹോവ മുകളിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ചിട്ട് യേശു മുകളിലേക്ക് കണ്ണുയർത്തി, നീ ഇത് എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ഇവർ വിശ്വസിക്കേണ്ടതിന് ലാസറെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞു. അവൻ കല്ല് നീക്കി പുറത്തു വന്നു. ഉറുമാൽ അവന് ചുറ്റുമുണ്ടായിരുന്നു. അവൻ്റെ കയ്യും കാലും കെട്ടി അവനെ അഴിച്ചു വിടുക എന്നവ. അങ്ങനെ 7ാമത്തെ ഇത് പറയും, മരണത്തിന്മേലുള്ള അവൻ്റെ അവകാശമാണ്. അത്രയേ ഉള്ളൂ ക്രിസ്തുവിന്. അടുത്ത 8ാമത്തെ ഒരെണ്ണം വേണമെങ്കിൽ പറയാം. അത് പുനരുത്ഥാനത്തിന് ശേഷം നമ്മൾ 21 അധ്യായമുള്ള അവസാനത്തെ അധ്യായത്തിൽ അത്ഭുതകരമായ മീൻപിടുത്തം എന്നാണ് അതിൽ പറയുന്നത്. ഇവർ പത്രോസ് പറഞ്ഞ് ഞാൻ ഇനി മീൻ പിടിക്കാൻ പോവാം, പരിപാടിയൊക്കെ നിർത്തി ഞാൻ മീൻ പിടിക്കാം. അവരെല്ലാവരും പോയി. നാഥാനയിലുണ്ടായിരുന്നു. അവർ മീൻ പിടിക്കാൻ നേരം വെളുത്ത 4 മണി വരെ മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒരു മീനും അകപ്പെട്ടില്ല. അപ്പോൾ ഒരാൾ പുറകിൽ വന്ന് നിൽക്കുന്ന ഒരാൾ നിഴൽ വന്ന് നിൽക്കുന്നത് കണ്ടു. വലത്തെ ഭാഗത്തേക്ക് ഇറങ്ങി മീൻ പിടിക്കുക എന്ന് അവൻ പറഞ്ഞു. കഴിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ആദ്യം യേശു ചോദിക്കും. ഒന്നുമില്ല എന്ന് പറഞ്ഞു. വലത്ത് ഭാഗത്തേക്ക് ഇറങ്ങി മീൻ പിടിക്കാൻ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. അവർ വലിച്ചു കയറ്റാൻ പാടുപെടുകയാണ്. അപ്പോൾ യോഹന്നാൻ പറയുന്നു, അത് കർത്താവാകുന്നു. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കാതെ ഇരുന്ന പത്രോസ് അപ്പത്തൻ്റെ അടുത്ത് കടലിൽ ചാടി. അതിനുശേഷം ഇവർ വലിച്ചു കയറ്റി. അവർ തിരിച്ചു കയറി വരുമ്പോഴത്തേക്കും കനലിൽ വെച്ചിരിക്കുന്ന അപ്പവും മീനും കാണുകയാണ്. പുതിയ കുറേ മീൻ കൊണ്ട്. ഞാൻ ഈ ജോണിൻ്റെ സുവിശേഷം 21 ഇതിനെക്കാട്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പുനഃസ്ഥാപിക്കാനായിട്ട് 15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചോണം.
ശിമോൻ പത്രോസേ, നീ മറ്റു ശിഷ്യന്മാർക്കാൾക്ക് എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, അത് നീ അറിയുന്നല്ലോ എന്ന്. രണ്ടാമതും ചോദിച്ചു, എൻ്റെ ജനങ്ങളെ നീ പാലിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമതും ക്രിസ്തു ചോദിക്കുകയാണ്, നീ ഈ മറ്റുള്ളവരെക്കാൾ എൻ്റെ സ്നേഹിക്കുന്നുണ്ടോ? അല്പം കൂടി നിരാശനായിപ്പോയി, അത് നീ അറിയുന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞു. മൂന്നാമത് ചോദിച്ചപ്പോൾ നിരാശയുടെ പടുകു, നീ സകലതും അറിയുന്നു, എൻ്റെ ജനത്തെ പാക. 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിന് അന്നുണ്ടായതിനെക്കാട്ടിൽ വിഷമമുണ്ടാക്കുന്നതാണ് ഈ മൂന്നാമത്തെ ചോദ്യം. ആ പാറമേലാണ് ക്രിസ്തുവിൻ്റെ. ഇതാണ് ഞാൻ പദാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം എനിക്ക് വായിക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നാറുണ്ട്. അത് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ചിലർ പറയുന്നത് കാണാം, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, യോഹന്നാൻ്റെ സുവിശേഷം എന്തോ ഒരു അനുഗ്രഹം കൂടുതലായിട്ട് കിട്ടുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എല്ലാ സുവിശേഷ തിരുവെഴുത്തുകളും ഒരുപോലെയാണെന്ന് പറയുന്നെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിന് യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ടൈറ്റിൽസ്: നമ്പർ 1 വചനം, 2-ാം അധ്യായം കാനാവിലെ കല്യാണം, 3 ഇരുട്ടിൽ വരുന്ന നിക്കോദീമോസ്, 4 ശമരിയക്കാരത്ത് സ്ത്രീ, 5 ബെത്സേദകൾ, 6 അഞ്ചപ്പം കൊണ്ട് പോഷിപ്പിക്കുന്നു, 7 കൂടാരപ്പെരുന്നാൾ, 8 പാപിനിയായ സ്ത്രീ, 9 നമ്മൾ പറഞ്ഞ കുരുടൻ, 10 നല്ല വാതിൽ ഇടയനുമൻ, 11 ലാസർ, 12 തൈലാഭിഷേകം, 13 കാൽകൾക്കിൽ ശുശ്രൂഷ, 14, 15, 16 ഒരു ബ്ലോക്കാണ്. മാനുഷിക കൈകടത്തുകൊണ്ട് 14, 15, 16 എഴുതിയേക്കുകയാണ്. എല്ലാത്തിനും ഒന്നിച്ചായിരുന്നു യോഹന്നായിരുന്നു. ഓരോ സ്റ്റെപ്പിട്ട് ഓരോത്തും ഇതിടുമല്ല, ഓരോ ഹെഡിങ് ഇടുമല്ല. 14, 15, 16 പരിശുദ്ധാത്മാവിൻ്റെ വരവ്, എന്ത് നടക്കാൻ പോകുന്നു. 14ലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് തീർത്ത് പറയാം. 17 കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ആദ്യത്തെ 5 ഭാഗങ്ങൾ വരുന്നത് തന്നെത്താൻ. ബാക്കി 5 മുതൽ 19 വരെ അടുത്തൊരു ബ്ലോക്കായിട്ടാണ് കരുതുന്നത്. അത് ശിഷ്യന്മാർക്ക് വേണ്ടി, പിന്നെ നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെ 17. 18 കാണിച്ചു കൊടുക്കുന്നു, 19 വിചാരണ, 20 ക്രൂശീകരണം, 20 ഉയർത്തെഴുന്നേൽപ്പ്. 19 വിചാരണ, 19 ഇതാണ് ക്രൂശീകരണം, 20 പുനരുത്ഥാനം, 21 നമ്മളിപ്പോൾ പറഞ്ഞത്. അല്പസമയം ഞാൻ ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. സമയം കുറച്ച് സമയം എടുത്തുള്ളൂ. അപ്പം ഇത്രയും എനിക്ക് CSI പള്ളി ഒരു അല്പം ഒന്ന് സംസാരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഇത് തുടങ്ങുന്ന യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ MC മാണി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൊണ്ട് ചാപ്പലിൽ പ്രസംഗിക്കുമായിരുന്നു. പിന്നെ ഞാനത് വിട്ടിട്ടില്ല. ബിബ്ലിക്കൽ ഹിസ്റ്ററിയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ബൈബിളിലെ ഹിസ്റ്ററി, അത് നമുക്ക് തനാക്കോ തോറയോ എനിത്തിങ്, ഇംഗ്ലീഷിൻ്റെ തർജിമകൾ, വോൾട്ടേജ് ബൈബിള്, ജോൺ വിക്ലിഫ്, അങ്ങനെ പലതും പറഞ്ഞിട്ട് എനിക്ക് നമ്മുടെ CSIയിലെ ആദ്യത്തെ മിഷൻ, ഫാദർ ഓഫ് മിഷൻ ആരാണ്? വില്യം കേറി. സറാംപൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വില്യം കേറിയാണ്. ബെഞ്ചമിൻ ബെയ്ലി വരുന്നത് 1790, 1880, 90 വർഷം ജീവിച്ചിരുന്നു. കൂടെ വന്നിരുന്നവർ ജൂനിയർ ബെഞ്ചമിൻ ബെയ്ലി. ഈ വേദവസ്തു ഞാൻ എടുക്കുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കും. കാരണം എത്ര പേരുടെ വേർപ്പ്, എത്ര പേരുടെ റാ എന്നുള്ള അക്ഷരം ഇങ്ങനെ T പോലെ ആയിരുന്നു അക്ഷരം. അത് തിരിച്ച് റായാക്കാൻ എത്ര കൊല്ലൻ്റെ ആളുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? ബെഞ്ചമിൻ ബെയ്ലി. 4 പേരാണ് ബൈബിൾ തർജ്ജമ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ സമയമുള്ളതൊന്ന് പറയുകയാണ്. 4 പേരാണ് ഇതിനകത്ത് പ്രധാനമായും പങ്കുവഹിക്കുന്നത്. 1 ചാത്തുമേനോൻ എന്നറിയുന്ന ബഹുഭാഷാ പണ്ഡിതൻ, പേഷ്കാരായിരുന്നു, തഹസിൽദാരുടെ പോസ്റ്റിലിരുന്നതാണ് മേനോനാണ്. 2 വൈദ്യനാഥ അയ്യർ എന്ന് പറയുന്ന അതിലും പ്രധാനപ്പെട്ടത് മോറിസ് ബെൻ ഡേവിഡ് സർപ്പതി എന്ന് പറയുന്നത് ജൂതത്തെരുവിൽ താമസിച്ച ഒരാളെ ബെഞ്ചമിൻ ബെയ്ലി കണ്ടുപിടിക്കുകയാണ്. മൂലഭാഷയിൽ നിന്നാണ് നമ്മുടെ തർജ്ജമ ചെയ്തത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ജീസസ് വരുന്നത്. യോശുവ എന്നുള്ള യേശു എന്ന് പറയുന്നതാണ് ഏറ്റവും കറക്റ്റായിട്ട് തർജ്ജമ. അതൊക്കെയാണ് ബൈബിൾ എടുക്കുമ്പോൾ നമ്മളെ കാര്യം. കൈ വിറയ്ക്കണം, അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ട്. അതിന് മുമ്പ് കായംകുളം റമ്പാൻ്റെ ഒരെണ്ണമുണ്ട്, 1811.
ബെഞ്ചമിൻ ബേലി ഒന്നും ഒരിക്കലും മറക്കാൻ പാടില്ല, എത്ര കഷ്ടം. അതേ സമയത്ത് ഹെൻറി ബേക്കർ വരികയാണ്, മേലാപ്പൂരിൽ ഇതൊക്കെ സ്ഥാപിക്കുകയാണ്, CMS കോളേജും സെമിനാരിയും സ്ഥാപിക്കുന്ന കാലം. ആദ്യത്തെ ഡിഗ്രി കൊടുക്കുന്ന കോളേജ് ഉണ്ടാക്കിയത് വില്യം കേറിയാണെന്ന് ആലോചിച്ചോണം. ഹി വാസ് എ ഷൂ മേക്കർ. ജൂനിയറും ജോൺ ഹോട്ട്സ്വർത്തുമാണ് മല്ലപ്പള്ളിയിൽ വെച്ചിട്ട് അടിമത്തം ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചതും വിജയിച്ചതും പ്രൊവിൻഷ്യൽ ഓർഡർ ഉണ്ടാക്കിയത്. ഈ ആംഗ്ലിക്കൻ ബിഷപ്പുമാർ ഇവർ ചെയ്തത്, സുവിശേഷകർ ചെയ്തത് എത്രയോ വലിയ ആൾക്കാരാണ് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തു ചെയ്യുന്നു നമ്മൾ? ചോദ്യം. ഒന്നും നിസ്സഹായരായിട്ടിരിക്കുകയാണ്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരം തന്ന എൻ്റെ സഹോദരസ്ഥാനീയനായ അച്ഛന് വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിൽസൺ കോട്ടൂരിൻ്റെ ശബ്ദവും എത്ര മനോഹരമായിരിക്കുന്നത് ഞാൻ ആലോചിക്കുക. അനുജസ്ഥാനീയനായ ജോസ് അച്ഛനെ, സഭ ഇവിടുത്തെ ഭാരവാഹികൾ, ഏറ്റവും നമ്മുടെ ക്വയറിലെ കുഞ്ഞുങ്ങൾ, പരിശുദ്ധാത്മാ നിറവിലുള്ള എൻ്റെ ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.